ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ജോബ് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ദർ ഇസ് എ സിമ്പിൾ പ്രോസസ്സ്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഫോമുല ഞാൻ യൂസ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് ഇൻറ്റൻഷൻസ്. നിങ്ങൾക്ക് എന്തിനാണ് അത് വേണ്ടത്, ആ ഒരു ജോലി വേണ്ടത്, വാട്ട് ഈസ് ദ റീസൺ വൈ, എന്താണ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതിനെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് ഗോൾ റൈറ്റിംഗ്. അപ്പോൾ ഗോൾ റൈറ്റിംഗ് പറയുമ്പോൾ ഒരു ഡയറിയോ ഒരു നോട്ട്ബുക്കോ എടുത്തിട്ട് യു വിൽ ഹാവ് ടു റൈറ്റ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഈ ഒരു ജോലി കിട്ടുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ഒരു ഡ്രീം എനിക്ക് ഈ ഒരു ഡേറ്റ് ആകുമ്പോഴത്തേക്ക് അച്ചീവ് ആകും പറഞ്ഞിട്ട് ഗോൾ റൈറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ വേറെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീഫ്. ഇപ്പോൾ നമുക്കൊരു ഡ്രീം ജോബ് കിട്ടുമ്പം ഒബ്വിയസ്ലി ദർ വിൽ ബി സം എംപവറിങ് ബിലീഫ്സ്, അതേപോലെ തന്നെ ലിമിറ്റിംഗ് ബിലീഫ്സും ഉണ്ടാകും. അപ്പോൾ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ അതിനെ EFT, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, NLP ഒക്കെ യൂസ് ചെയ്തിട്ട് ലിമിറ്റിംഗ് ബിലീഫ്സ് ഇല്ലാതാക്കാൻ പറ്റും. ലിമിറ്റിംഗ് ബിലീഫ്സ് പറയുമ്പോൾ എന്നെക്കൊണ്ട് ആരും അത് കിട്ടില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, കുറേ നെഗറ്റീവായിട്ട് നമ്മൾ തന്നെ നമ്മളോട് പറയുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ നെഗറ്റീവ് ബിലീഫ്സ് എന്ന് പറയുന്നത്. ഇനി EFT ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ദർ ഇസ് സംതിങ് കോൾഡ് ദ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അത് യൂസ് ചെയ്തിട്ടും നമുക്ക് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും, നമ്മുടെ നെഗറ്റീവ് ബിലീഫ്സ് മാറ്റാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫീലിങ്സിനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതണം, വിഷൻ ബോർഡിൽ ക്രിയേറ്റ് ചെയ്യാൻ, നമുക്ക് അഫർമേഷൻ സോങ്സ് കേൾക്കാൻ പറ്റും, വിഷ്വലൈസേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി നമ്മൾ നമ്മളെ ബോഡീനോട് പറയുന്നതാണ് ഇറ്റ് ഈസ് പോസിബിൾ, ആൻഡ് ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു നല്ലൊരു ഫീലിംഗിൽ എത്തുവാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആക്ഷൻ പറയുമ്പം എനിക്ക് ആ ഒരു ഡ്രീം ജോബ് കിട്ടണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം? മൈക്രോ ആക്ഷൻസ് ഉണ്ടാക്കണം, ആക്ഷൻ പ്ലാനർ ഉണ്ടാക്കണം. മൈക്രോ ആക്ഷൻസ് പറയുമ്പം ഓക്കെ, ഞാൻ റെസ്യൂം അപ്ഡേറ്റ് ചെയ്തു, ഞാൻ ഈ ഒരു സ്കില്ല് പഠിച്ചു, ഈ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്തു, ഇന്ന കമ്പനിയിൽ അപ്ലൈ ചെയ്തു. ദർ ആർ മെനി സ്മോൾ ഇൻസ്പയർഡ് ആക്ഷൻസ് യു ആർ ടേക്കിംഗ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റിസെപ്റ്റിവിറ്റി പറയുമ്പോൾ നമ്മൾ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യണം. കാരണം എപ്പോഴും ആങ്സൈറ്റി, ടെൻഷൻ, വറി ഒക്കെ ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? ബ്രെത്ത് വർക്ക്, അതായത് നമ്മളുടെ ശ്വാസം ഉപയോഗിച്ചിട്ട് നമ്മളെ ബോഡിയെ കാം ഡൗൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സൊമാറ്റിക് എക്സസൈസസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോർഡ് ട്രോമ നമുക്ക് സൊമാറ്റിക് എക്സസൈസ് വഴി റിലീസ് ചെയ്യാൻ പറ്റും. റിലീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിക്ക് ഒബ്വിയസ്ലി റിലാക്സേഷൻ കിട്ടും. ആൻഡ് ദെൻ ഗൈഡഡ് മെഡിറ്റേഷൻസും യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് എ സിമ്പിൾ ഫോർമുല ടു മാനിഫെസ്റ്റ് വട്ട് എവർ യു വാണ്ട്, ആൻഡ് ദിസ് ഇസ് ദ ബെസ്റ്റ് ആൻഡ് സേഫസ്റ്റ് വേ. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ്, ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ എം ഷെയറിങ് ഇറ്റ് വിത്ത് യു.